നമസ്കാരം. കനത്ത ചൂടിൽ ഉരുകുകയാണ് ബാംഗ്ലൂർ നഗരം. രാവെന്നോ പകലെന്നോ ഈ ചൂടിന് വ്യത്യാസമില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ 4ാമത്തെ ഉയർന്ന താപനിലയും 8 വർഷത്തിനിടയിലെ 2ാമത്തെ ഉയർന്ന താപനിലയുമാണ് ബംഗളൂരുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഷം മുഴുവൻ പ്രസന്നമായ കാലാവസ്ഥയായിരുന്ന ഒരു ചൂടും ഏശാതിരുന്ന ബാംഗ്ലൂരിന്റെ പ്രതാപകാലമൊക്കെ 1.5 മാസം കൊണ്ട് മാറി. ജലക്ഷാമവും കൊടുച്ചൂടും എപ്പോൾ ഒന്ന് അവസാനിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ബംഗളൂരു നിവാസികൾ. കഴിഞ്ഞ ഒരു മാസമായി കടുത്ത ചൂടിൽ വീർപ്പുമുട്ടുകയാണ് ബംഗളൂരുവിലെ ജനങ്ങൾ. ബംഗളൂരുവിൽ സാധാരണ ഏപ്രിലിൽ ലഭിക്കുന്നതിനും കൂടുതൽ വേനൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇപ്പോഴിതാ ബാംഗ്ലൂരിന് മാത്രമല്ല കർണാടക മൊത്തത്തിൽ ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം എത്തിയിരിക്കുകയാണ്. കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ കാലാവസ്ഥാ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് ഉടനീളം വരും ദിവസങ്ങളിൽ നേരിയതോ മിതമോ ആയ മഴ പെയ്യുമെന്ന പ്രവചനമുള്ളത്. ഏപ്രിൽ 1 പുറപ്പെടുവിപ്പിച്ച സാധ്യതാ പ്രവചനത്തിന് വിപരീതമായി വ്യാഴാഴ്ച IMDയുടെ ഏറ്റവും പുതിയ പ്രവചനത്തിൽ ബംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാധാരണ മുതൽ സാധാരണയിലും കൂടുതലുള്ള വേനൽ മഴയാണ്. 2024 ഏപ്രിൽ 12 മുതൽ 14 വരെയും 17, 18 തീയതികളിലും കർണാടകയിൽ ഉടനീളം ഇടിമിന്നലോടുകൂടി വളരെ നേരിയതോ മിതമായതോ ആയ മഴ, ഒറ്റപ്പെട്ട മഴയും ലഭിച്ചേക്കാം. പതിവില്ലാത്ത വിധത്തിൽ ചൂട് അനുഭവപ്പെടുന്ന ബംഗളൂരുവിൽ ഏപ്രിൽ 17, 18 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഈ ദിവസങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കനത്ത മഴ ആയിരിക്കില്ലെങ്കിലും നിലവിലെ ചൂടിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കുവാൻ തക്ക മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ഏപ്രിൽ 12, 13 എന്നീ തീയതികളിൽ 15 മില്ലിലിറ്ററിനും താഴെയുള്ള നേരിയ മഴ കർണാടകയിലെ മിക്ക ജില്ലകളിലും പ്രതീക്ഷിക്കുന്നതായും IMD പ്രവചിക്കുന്നു. ചിക്കമംഗളൂരു, കുടക്, മൈസൂരു, ഗഡക്, ബെലഗാവി എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗളൂരു, ദക്ഷിണ കർണാടക ജില്ലകളിൽ ഏപ്രിൽ 2ാം വാരത്തിൽ വേനൽ മഴയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങും എന്നാണ് IMDയുടെ കണക്കുകൂട്ടൽ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.